സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. ആരൊക്കെ ഈ സംഘി പരിവാർ കൂട്ടങ്ങൾക്ക് ചെറ്റകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം പൂട്ടാനുള്ള ധൈര്യം UDF വന്നാൽ അത് കാണിക്കണം. കാരണം ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഈ പാലക്കാട് നിർബന്ധമായിട്ടും പിഷാരടി അവിടെയുള്ള ജനാധിപത്യ ബോധമുള്ള മതേതരത്വവാദികൾ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. CPM-ഉം CPI-യും ഇടതുപക്ഷക്കാരും കൂടെ ചേർന്ന് വോട്ട് ചെയ്യണം. കാരണം ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ഇത്രയും വർഗീയത പറയുന്ന, വർഗീയത വെച്ച് പുലർത്തുന്ന അഴിമതിക്കാരെയാണ് 25 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളത് ഇവിടെയുള്ള ലോകർക്കെല്ലാം അറിയാം. എല്ലാവരും ആ ഓഡിയോ ക്ലിപ്പ് കേട്ടതുമാണ്. ശോഭ സുരേന്ദ്രനെ ഇന്ന് വരെ അതിനെ തിരസ്കരിച്ചിട്ടുമില്ല. അതായത് അങ്ങനെ ഇല്ല, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ. എത്ര നാളായി ഇവിടെ ഈ കേരളം മൊത്തം കിടന്നോടുന്നു, വിദേശത്തും കിടന്നോടുന്നു, എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ അഴിമതിക്കാരെയും ഈ ഉപജീവന മാർഗം രാഷ്ട്രീയമാക്കിയവരെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. അവനവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. ജനങ്ങളെ കൊള്ളയടിച്ചും ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചും രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് തോൽപ്പിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ മമ്മൂട്ടി നിർബന്ധമായിട്ടും ഈ ചെറ്റുകളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങരുത്. അവനവൻ്റെതായ വിലയും നിലയുമുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ നിർബന്ധമായിട്ടും പാലക്കാട് പോയി പ്രചരണം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് പാർട്ടി ആയിക്കൊണ്ട് പോട്ട് എല്ലാവരും കൂടെ നിൽക്കും. അതായത് RSSകാരുടെ തിട്ടൂരത്വം അനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്താൽ ഈ രാജ്യം അപകടത്തിലേക്ക് പോകും. അത് മനസ്സിലാക്കി ജനാധിപത്യ മതേതരത്വവാദികളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ RSS സംഘപരിവാർ ശക്തികളെ എതിർക്കണമെന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും വർഗീയവാദം വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പടർത്തുന്ന ഇവരെ എല്ലാം നിലയ്ക്ക് നിർത്തണമെന്നുമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഈ BJP RSS സംഘപരിവാർ ശക്തികളുടെ ഒരു മെമ്പർ പോലും നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് അപമാനമാണ്. നാട്ടിൽ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ അപമാനമാണ്. ഇവർ ഇല്ലാത്തതും പൊല്ലാത്തതുമായ കഥകൾ ഉണ്ടാക്കി ഈ നാടിനെ നശിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി BJPയെ ഒറ്റപ്പെടുത്തുക. എവിടെയെങ്കിലും BJPക്ക് ഏതെങ്കിലും രീതിയിൽ 1%, 0.5% വിജയ സാധ്യത ഉണ്ടെങ്കിൽ LDFകാരും UDFകാരും സാധാരണ പ്രവർത്തകർ മതി, നേതാക്കന്മാരൊന്നും ആവശ്യമില്ല. കാരണം പിണറായി വിജയനൊന്നും യാതൊരു കാരണവശാലും അതിനൊന്നും സമ്മതിക്കില്ല. കാര്യം എങ്ങനെയെങ്കിലും BJPക്ക് ഒരു 3 പേരെയെങ്കിലും കേരള നിയമസഭയിൽ എത്തിക്കാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് പിണറായി. അതുകൊണ്ട് പിണറായിയെ നമ്മൾ കൂട്ടണ്ട. അല്ലാതുള്ള നേതാക്കന്മാരാ സാധാരണ പ്രവർത്തകരാ കൂടി LDFനും UDFനും മാറി വോട്ട് ചെയ്ത് ഈ സംഘപരിവാറുകാരെ നിർബന്ധമായിട്ടും തോൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.